ഹിമാചൽ പ്രദേശിലെ റോത്തങ് പാസിൽ 1968-ലുണ്ടായ സൈനിക വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയും കരസേനയിൽ ക്രാഫ്റ്റ്സ്മാനുമായിരുന്ന തോമസ് ചെറിയാൻ ഉൾപ്പെടെ 4 പേരുടെ മൃതദേഹങ്ങളാണ് രാജ്യചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ തെരച്ചിൽ ദൗത്യത്തിലൂടെ കണ്ടെടുത്തത്. ഇലന്തൂർ ഓടാലിൽ OM തോമസിന്റെ മകൻ തോമസ് ചെറിയാനായിരുന്നു ആ മലയാളിയും. കൊല്ലപ്പെടുമ്പോൾ 21 വയസ്സായിരുന്നു തോമസിന്. ഹിമാചൽ പ്രദേശിലെ റോത്താങ് പാസിലെ മഞ്ഞുമലയിൽ നിന്നും പ്രത്യേക തെരച്ചിൽ സംഘമാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. മൽഗൻ സിംഗ്, ശിപായിയായിട്ടുള്ള നാരായൺ സിംഗ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് തോമസ് ചെറിയാന്റെ ഭൗതികാവശിഷ്ടങ്ങൾക്കൊപ്പം ലഭിച്ചിട്ടുള്ളത്. എയർഫോഴ്സിൽ ക്രാഫ്റ്റ്സ്മാനായിരുന്നു തോമസ്. 1968 ഫെബ്രുവരി 7-ന് ചണ്ഡീഗഡിൽ നിന്നും ലേയിലേക്ക് പോയ ഇന്ത്യൻ എയർഫോഴ്സിന്റെ AN-12 വിമാനമാണ് കാണാതായത്. 102 യാത്രക്കാരാണ് ഇരട്ട എഞ്ചിനുള്ള ടർബോ പ്രൊപ്പല്ലർ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിൽ ഉണ്ടായിരുന്നത്. തിരങ്ക മൗണ്ടൻ റെസ്ക്യൂ ടീമും ഇന്ത്യൻ ആർമിയുടെ ഡോഗ്ര സ്കൗട്ടും ചേർന്ന് നടത്തിയ സംയുക്ത തെരച്ചിലാണ് അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത്. തോമസിന്റെ മരണവിവരം ലഫ്റ്റനന്റ് അജയ് ചൗഹാൻ ആറന്മുള പോലീസ് അറിയിക്കുകയായിരുന്നു. 2019 വരെ 5 പേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തിരുന്നു. ചന്ദ്രഭാഗ പർവ്വത പര്യവേക്ഷക സംഘമാണ് ഇപ്പോൾ 4 മൃതദേഹാവശിഷ്ടങ്ങൾ കൂടി കണ്ടെടുത്തത്. തോമസ് ചെറിയാൻ കൊല്ലപ്പെടുമ്പോൾ പത്തനംതിട്ട ജില്ല ഉണ്ടായിരുന്നില്ല. ഇലന്തൂരും പത്തനംതിട്ടയും അടക്കം കൊല്ലം ജില്ലയിലാണ് ഉൾപ്പെട്ടിരുന്നത്. ആർമി രേഖകളിൽ ഇപ്പോഴും തോമസിന്റെ അഡ്രസ് കൊല്ലം ജില്ല വച്ചാണ്. EME കോപ്സിലെ CFN ആയിരിക്കുമ്പോഴാണ് തോമസ് കൊല്ലപ്പെടുന്നത്. പത്തനംതിട്ട കത്തോലിക്കേറ്റ് സ്കൂളിൽ നിന്ന് SSLCയും കോളേജിൽ നിന്ന് പ്രീ യൂണിവേഴ്സിറ്റിയും പൂർത്തിയാക്കിയ തോമസ് സൈനിക സേവനത്തിന്റെ ഭാഗമായി പോകുമ്പോഴാണ് വിമാനം റഡാറുകളിൽ നിന്ന് അപ്രത്യക്ഷമായത്.